ഹായ് ഗൈസ്, എനിക്കിങ്ങനെ കുറേ ദിവസം വീട്ടിലിരുന്നാൽ ഭയങ്കരമായിട്ടൊരു ബോറടി അങ്ങ് വരും. അപ്പം പിന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 5 മിനിറ്റ് ദൂരം ഉള്ളെങ്കിൽ പോലും എനിക്ക് ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടും പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടോ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ആളുടെ ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ കൈനാട്ടിയിലാണ് ആൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. എനിക്ക് എന്താ അറിയില്ല, ഈ ഒരു ബിൽഡിംഗ് എപ്പോൾ കണ്ടാലും എൻ്റെ പഴയ സ്കൂളാണ് ഓർമ്മ വരാറ്. ഞങ്ങൾ പിന്നെ ഇത്ര കൃത്യനിഷ്ഠത കൂടിയ ആൾക്കാരായതുകൊണ്ട് തന്നെ 12:30 എത്താൻ പറഞ്ഞിട്ട് 11:30 എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നവരെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് ഫിറ്റ് ചെക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ രണ്ടുപേരും ഏകദേശം 5ാം ക്ലാസ് തുടങ്ങിയ പരിചയമാണ്. ആ 5ാം ക്ലാസ് തൊട്ട് ഈ ഒരു നിമിഷം വരെ മിക്ക കാര്യങ്ങൾക്കും ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാവാറ്. സ്കൂള് കഴിഞ്ഞ് കോളേജൊക്കെ രണ്ടുപേരും 2 സ്ഥലത്തേക്ക് പോയെങ്കിൽ കൂടി എപ്പോഴും നമുക്ക് വിളിച്ചാൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരാളാണ് എനിക്കിവള്. ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നവരെ ഞങ്ങൾ കുറച്ച് കോപ്രായങ്ങളൊക്കെ അവിടെ കിടന്ന് കാട്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആളെത്തി. ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഞാൻ അവിടെയുള്ള മിഷ്യൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. ഇന്ന് ഇവിടെ വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയ ടൈമിൽ സാധാരണ ഒരു 2-3 ആൾക്കാർ ഉണ്ടാവാറുണ്ട്. ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കുറേ മിഷ്യൻസ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്ന മിഷ്യനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് വലിയൊരു ഹോസ്പിറ്റൽ വൈബ് അടിക്കില്ലെങ്കിലും ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ കിടക്കുന്ന ഒരു ഫീലാണ്. അവിടെ കിടന്ന് ഓരോരോ എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു ഗ്യാപ്പിൽ അവിടെ കണ്ടൊരു മിററിൽ നോക്കി കുറേ വീഡിയോസും കുറച്ച് ഫോട്ടോസും എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഹോട്ടലിൽ പോയി. അവിടെ നിന്ന് ഫിസിയോതെറാപ്പി ചെയ്ത ഗ്യാപ്പിൽ തന്നെ നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, കണ്ണും പൂട്ടി ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് അത് കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആൾക്കൊരു ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആളെ കൂടെ സിന്ദൂറിലേക്കാണ് വന്നിട്ടുള്ളത്. എല്ലായിടത്തും ഒരു ക്രിസ്മസ് വൈബാണ് ഇത്. ഞാൻ ക്രിസ്മസ് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇങ്ങനെ അവിടെ സിന്ദൂറിൽ പോയി നോക്കി, ഞങ്ങളവിടെ കയറിയതും കറണ്ട് പോയി. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി അതിലൊരു ഡ്രസ്സ് എടുത്ത് ഞങ്ങൾ നേരെ സിന്ദൂറിൽ നിന്ന് ഇറങ്ങി. വയനാട്ടിലുള്ള ആൾക്കാർക്ക് ഈ ഒരു സിന്ദൂർ അറിയായിരിക്കും. ഇവിടെ വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഡ്രസ്സിൻ്റെ ക്ലോത്തുകൾ എന്ന് പറയുന്നത് നല്ല ക്ലോത്തുകളാണ്, പെട്ടെന്നൊന്നും നാശാവില്ല. അങ്ങനെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു ഷോപ്പ് കണ്ടത്. അവിടെ 50% ഓഫ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കയറിയതാണ്. പക്ഷേ കളക്ഷൻ ഒന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ഷോപ്പിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് നേരെ എക്സ്പാരത്തിലേക്കായിരുന്നു. എക്സ്പാരത്ത് കൽപ്പറ്റത്ത് തന്നെ ഒരു വലിയ ഷോപ്പാണെന്ന് പറയാം. ഇവിടെ ഈ പറഞ്ഞ പോലെ ക്രിസ്മസിൻ്റെ ഒരു വൈബാണ്. പക്ഷേ ഗൈസ്, ഇനി ഒരു പുൽക്കൂട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിൽ ഓരോന്നും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും നമുക്ക് ശരിക്കും ഇതൊരു തുണി ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള അതാണ് നമുക്ക് തോന്നുകയില്ല. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ ബസ് കാത്തിരിക്കുകയാണ്. അങ്ങനെ ബസ് വന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.